ഞായറാഴ്ചയിലെ അവധിയുടെ ആലസ്യത്തിൻ്റെ സായംസന്ധ്യയിൽ കൊച്ചി നഗരവീഥികൾക്കരികിലെ നടപ്പാതകളിലൂടെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അലഞ്ഞു തിരിയുമ്പോഴാണ് പ്രമുഖ നിയമകലാലയത്തിൻ്റെ ഗേറ്റിൽ ഒരു ബാനർ ശ്രദ്ധിച്ചത്. പ്രശസ്ത മലയാള കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പന്തങ്ങൾ എന്ന കവിതയിലെ വിപ്ലവം തുളുമ്പുന്ന ചില വരികളായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ശ്രദ്ധ ഈ ബാനറിലെ വരികളിലേക്ക് ക്ഷണിച്ചെങ്കിലും ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന സുഹൃത്തിൻ്റെ നിർവികാരമായ മുഖഭാവം എന്നെ നിരാശനാക്കി. മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിന് എൻ്റെ ആംഗിൾ മനസ്സിലാകാത്തതുകൊണ്ടാകാം എന്ന് സ്വയം ഞാൻ ആശ്വസിച്ചു. ഏതായാലും ഇന്ന് രാവിലെ വർത്തമാന പത്രങ്ങളിലൂടെ പരതുമ്പോഴാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വാർത്തകൾ കണ്ണിലുടക്കിയത്. ഈ സമയം എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ക്യാമ്പസിൻ്റെ ഗേറ്റിന് മുന്നിലെ ബാനറിലെ വരികൾ തെളിഞ്ഞു വന്നു. ചോര തുടിക്കും ചെറു കൈകളെ പേറുക വന്നീ പന്തങ്ങൾ. പാവം വൈലോപ്പിള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല തൻ്റെ കവിതകളിലെ വരികൾ രാഷ്ട്രീയക്കാർ കാര്യലാഭത്തിനായി ഉപയോഗിക്കുമെന്ന്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സമ്മേളനങ്ങളുടെ പൂക്കാലമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാത്രം കണ്ടുവരുന്ന വെട്ടിനിർത്തൽ സിൻഡ്രോം എന്ന കലാപരിപാടിക്ക് യാതൊരു കുറവും ഇവിടെയുമില്ല. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും വെട്ടിനിർത്തലിൻ്റെ ചോരയും നീരുമൊക്കെ കാണാനുള്ളൂ. പാലക്കാട് ജില്ലയിലെ CPIയിലാണ് പുതിയ അപ്ഡേഷൻ അനുസരിച്ചുള്ള അവസാന വെട്ടിനിർത്തൽ എത്തിനിൽക്കുന്നത്. മുതിർന്ന നേതാവ് K. ഇസ്മായിലിനെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയതിന് പിന്നാലെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയാകുന്നതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ജില്ലയിലെ വെട്ടിനിർത്തൽ നടത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന് അഭിമാനനായതുകൊണ്ടാകാം യുവ നേതാവും MLAയുമായ മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയാക്കാതെ മാറ്റി നിർത്തിയത്. സംസ്ഥാന സമ്മേളന പ്രതിനിധിയാക്കി ഇല്ലെങ്കിലും മുഹ്സിനെ ജില്ലാ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്മായിൽ അനുകൂലിയായ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബിയെയും ജില്ലാ കൗൺസിൽ ഉൾപ്പെടുത്തി മേൽക്കമ്മിറ്റി പ്രതിനിധികളായി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് സംസ്ഥാന നേതാക്കൾ നിർബന്ധിച്ചതോടെയാണ് മുഹ്സിനെ ഈ ജില്ലാ കൗൺസിൽ ഉൾപ്പെടുത്തിയത്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ KV സുരേഷ് രാജിനെ കടുത്ത നിലപാടാണ് മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം. ജില്ലയിലെ CPIയിലെ വിഭാഗീയതയിൽ സുരേഷ് രാജ് വിരുദ്ധ പക്ഷത്താണ് മുഹ്സിൻ. ജില്ലയിലെ പാർട്ടി വിമതരെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന സംശയമാണ് മുഹ്സിൻ MLAയെ ജില്ലാ സമ്മേളനത്തിൽ അനഭിമതനാക്കിയത്. സമാന്തര പാർട്ടി രൂപീകരണ ഘട്ടത്തിൽ മുഹ്സിനെതിരെ നടപടിയെടുക്കാനും അന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന KP സുരേഷ് രാജ് ശ്രമിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്നുള്ള പുറത്താക്കൽ. സാധാരണ MLAമാരെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് CPIയിലെ പതിവ്. UDF കൈയടക്കി വെച്ചിരുന്ന പട്ടാമ്പി മണ്ഡലം ഇടതുപക്ഷത്തിന് നേടിക്കൊടുത്തത് മുഹമ്മദ് മുഹ്സിനാണ്. 2006 K. ഇസ്മായിലും 2011 KP സുരേഷ് രാജും തോറ്റെടുത്താണ് 2016 മുഹമ്മദ് മുഹ്സിൻ വിജയക്കൊടി നാട്ടിയത്. താൻ തോറ്റ സീറ്റിൽ ജയിച്ചതിലുള്ള കലിപ്പും സുരേഷ് രാജിന് മുഹമ്മദ് മുഹ്സിനോട് ഉണ്ടെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ. CPIയിൽ നിന്ന് ഒതുക്കൽ കൂടിയാൽ മുഹമ്മദ് മുഹ്സിനെ മറ്റു നിലപാടുകൾ സ്വീകരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. മുഹ്സിൻ മാറിയാൽ പട്ടാമ്പി സീറ്റ് തന്നെ ഇടതുപക്ഷത്തിന് കൈവിട്ടു പോകുമെന്ന ഉറപ്പാണ്. സിറ്റിംഗ് MLAയെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്ന് ഒഴിവാക്കിയിട്ടും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വം ഒന്നും മിണ്ടിയിട്ടില്ല. സംസ്ഥാന സമ്മേളനത്തിന് എത്തിയാൽ എതിർ നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്ക ഉള്ളതിനാലാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ മൗനം. പാലക്കാട് ജില്ലയിലെ ഏക CPI MLAയായ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്നും ഒഴിവാക്കിയപ്പെട്ടതോടെ ആദ്യമായി വനിതാ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിന്റെ മഹിമ നേടാൻ വടക്കാഞ്ചേരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന് കഴിഞ്ഞിട്ടുമില്ല. സംസ്ഥാന കൗൺസിൽ അംഗം സുമലത മോഹൻദാസിനെയാണ് സമ്മേളനം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സുമലത നിലവിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി K. സലിംകുമാറിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായതിനാൽ മുഹമ്മദ് മുഹ്സിൻ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്ന് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ അറിയിച്ചിരുന്നു. പൊതുചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് തനിക്ക് ചില തെറ്റുകൾ പറ്റിയതായി മുഹമ്മദ് മുഹ്സിൻ ഏറ്റുപറഞ്ഞെന്ന് സുരേഷ് രാജ് പ്രതിനിധികളെ അറിയിച്ചത്. K. ഇസ്മായിലിനെ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഷൻ ആയതുകൊണ്ടാണെന്നും സുരേഷ് രാജ് പ്രതിനിധികളോട് പറഞ്ഞു. പൊതുചർച്ചയിൽ ഇസ്മായിലിനെതിരെ വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ താൻ ആളല്ലെന്നും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി അദ്ദേഹം പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് രാജ് പ്രതിനിധി സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞൊപ്പിച്ചു. ജില്ലയിലെ CPIയിൽ കടുത്ത വിഭാഗീയത ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു. ഇതാണ് പുറത്തുവരുന്ന വിവരം. ഈ സമയത്തും ഇന്നലെ പാടിയ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ആ കവിതയിലെ വരികൾ മനസ്സിലെവിടെയോ എന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. ചോര തുടിക്കും ചെറു കൈകളെ പേറുക വന്നീ പന്തങ്ങൾ.